Good morning. Welcome to Kate Online Class. Today we are going to discuss chapter 18 in English for class plus 2. അപ്പോൾ ഇംഗ്ലീഷിന്റെ 18ാമത്തെ പാഠമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നൈറ്റ് ഓഫ് ദ സ്കോർപിയോൺ എന്നാണ് പാഠത്തിന്റെ പേര്. ഓക്കെ, ഇതൊരു കവിത ആണ്. അപ്പൊ കവിതയുടെ സമ്മറി അയച്ചു തരുന്നതാണ് എല്ലാം പോലെ. അപ്പൊ അതിലിവിടെ ഫസ്റ്റ് പാരഗ്രാഫിന് പകരം ആദ്യത്തെ 4-5 വരികളാണ് ഇവിടെ തരുന്നത്. അപ്പൊ അതിൽ നിന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം വിച്ച് പോയം ഹാവ് ദ അബവ് ലൈൻസ് ടേക്കൺ? കവിതയുടെ പേരാണ് ചോദിക്കുന്നത്. These lines have been taken from the poem Night of the Scorpion. അപ്പോ ആ കവിതയുടെ പേര് ആണ് നൈറ്റ് ഓഫ് ദ സ്കോർപിയോൺ. അടുത്ത ചോദ്യം, വാസ് ഇറ്റ് എ ഡാർക്ക് നൈറ്റ്? അതൊരു ഇരുണ്ട രാത്രിയായിരുന്നു. യെസ്, ഇറ്റ് വാസ് എ ഡാർക്ക് നൈറ്റ്. അതൊരു ഇരുണ്ട രാത്രിയായിരുന്നു. നിലാവൊന്നും ഇല്ലാത്ത രാത്രി എന്നാണ് ഇരുണ്ട രാത്രി എന്നുള്ളത്. ഹാഡ് ഇറ്റ് ബീൻ റെയിനിങ് ഫോർ എ ലോങ്? കുറെ നേരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹാഡ് ഇറ്റ് ബീൻ റെയിനിങ് ഫോർ എ ലോങ്? യെസ്, ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ് ഫോർ ലോങ്. യെസ്, ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ് ഫോർ ലോങ്. കുറെ നേരമായിട്ട് മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പ്രവൃത്തി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. വാട്ട് ഡ്രൂവ് ദ സ്കോർപിയോൺ ഇൻസൈഡ് ദ ഹൗസ്? എന്തുകൊണ്ടാണ് ആ സ്കോർപിയോൺ എന്ന് പറഞ്ഞാൽ നമ്മളെ തേള് എന്നൊക്കെ പറയും, അത് ആ വീടിന്റെ ഉള്ളിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു കണ്ടിന്യൂസ് റെയിൻ, മഴ, തുടർച്ചയായുള്ള മഴ കാരണം. വേർ ഡിഡ് ദ സ്കോർപിയോൺ ക്രൗൾ? എവിടെയാണ് എവിടെയാണ് അത് ഇരുന്നത്? ചുരുണ്ടിരിക്കുക എന്നൊക്കെ പറയില്ല. അണ്ടർ എ സാക്ക് ഓഫ് റൈസ്, അരി ചാക്കിന്റെ അടിയിൽ. അടുത്തത്, വൈ ഡസ് ഹി കോൾ ദ ടെയിൽ ഡയബോളിക്? എന്തുകൊണ്ടാണ് ആ ടെയിൽ, ആ വാലിനെ അദ്ദേഹം ഡയബോളിക് എന്ന് വിളിച്ചത്? അടുത്ത ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. വൈ ഡസ് ഹി കോൾസ് ദ ടെയിൽ ഡയബോളിക്? എന്തുകൊണ്ടാണ് ആ ടെയിലിനെ ഡയബോളിക് എന്ന് വിളിച്ചത്? ഹി കോൾസ് ദ ടെയിൽ ഡയബോളിക് ബിക്കോസ് ഇറ്റ് പോയ്സൺ ദ പേഴ്സൺ ഇറ്റ് സ്റ്റിങ്സ്. ആ വാല് കൊണ്ട് ഇങ്ങനെ കൊത്തിയാൽ, അല്ലെങ്കിൽ വാല് ഇങ്ങനെ കൊത്തുമ്പോ എന്താണ്, അത് പോയ്സണസ് ആണ്, വിഷം നിറഞ്ഞതാണ്, അല്ലെങ്കിൽ ആള് പോയ്സൺ എഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. വാട്ട് ഡസ് ദ പോയറ്റ് കമ്പയർ ദ പെസൻസ് ടു? പെസൻസ് എന്ന് പറഞ്ഞാല് ജോലി ചെയ്യുന്ന ആളുകൾ എന്നൊക്കെയാണ് അർത്ഥം. പണിക്കാര് എന്നുള്ള അർത്ഥമാണ്, ജോലിക്കാര് എന്നൊക്കെയുള്ള അർത്ഥം. ദ പോയറ്റ് കമ്പയർ ദ പെസൻസ് ടു സ്വാംസ് ഓഫ് ഫ്ലൈസ്. ഫ്ലൈ എന്ന് പറഞ്ഞാൽ ഈ സ്വാംസ് ഓഫ് ഫ്ലൈസ് എന്നാണ് കമ്പയർ ചെയ്തത്. സ്വാംസ് ഓഫ് ഫ്ലൈസ്. പെസൻസ് എന്ന് പറഞ്ഞാൽ കർഷകരെ എന്തിനേറ്റാണ് താരതമ്യം ചെയ്തതെന്ന്. അപ്പോ സ്വാംസ് ഓഫ് ഫ്ലൈസ് എന്ന് പറഞ്ഞാൽ തേനീച്ച കൂട്ടം, ഒരു വലിയ കൂട്ടം തേനീച്ചകളെയാണ് കമ്പയർ ചെയ്തത്. ഓക്കെ, അടുത്ത ചോദ്യം, വൈ ഡസ് ദ പെസന്റ് സേ ദ നെയിം ഓഫ് ഗോഡ് 100 times? ദൈവത്തിന്റെ നാമം 100 തവണ എന്തുകൊണ്ടാണ് കർഷകർ പറഞ്ഞത്? ദ പെസന്റ് സെഡ് ദ നെയിം ഓഫ് ദ ഗോഡ് 100 times ടു പാരലൈസ് ദ ഈവിൾ വൺ, അല്ലെങ്കിൽ ദുഷ്ടശക്തികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവനാമം 100 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞത്. ഹു കെയിം ഇൻ ടു ദ ഹൗസ്? ആരാണ് വീട്ടിലേക്ക് വന്നത്? ദ പെസൻസ് കെയിം ഇൻ ടു ദ ഹൗസ്. അടുത്ത പാരഗ്രാഫിലത്തെ ആദ്യത്തെ ചോദ്യമാണ് ഈ പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സ്കോർപിയോൺ റെഫേർഡ് ടു ദ തേർഡ് ലൈൻ? ഈ മൂന്നാമത്തെ വരിയില് സ്കോർപിയോൺ എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? ഇൻ ദ തേർഡ് ലൈൻ, സ്കോർപിയോൺ ഈസ് റെഫേർഡ് ടു ദ ഈവിൾ വൺ. ദുഷ്ടശക്തി എന്നുള്ളതാണ് ഇവിടെ സ്കോർപിയോൺ എന്നുള്ള തേർഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഹൂസ് ഷാഡോ വേർ ത്രോൺ ഇൻ ദ വാൾസ്? ആരുടെ നിഴലാണ് ആ ചുമരിൽ കണ്ടത്? സ്കോർപിയോൺ ഷാഡോ വേർ ത്രോൺ ഓൺ ദ വാൾ. സ്കോർപിയോണിന്റെ അല്ലെങ്കിൽ ഈ തേളിന്റെ ഷാഡോ ആണ് ചുമരിൽ പതിഞ്ഞത്. ചൂസ് ദ കറക്റ്റ് ഒപ്പീനിയൻ. ഓപ്ഷൻ, the phrase clicked their tongues. എക്സ്പ്രസ് ദ phrase. എന്താണ് phrase?
ക്ലിക്ക്ഡ് ദെയർ ടങ്സ് എന്നുള്ളതുകൊണ്ട് എന്താണ് ശരിക്കും ഉദ്ദേശിച്ചത്? അതിന്റെ കറക്റ്റ് ആൻസർ ദ പെസൻസ് ഫെയിലിയർ ടു ഫൈൻഡ് എ സ്കോർപിയോൺ. അപ്പം ഈ തേളിനെ കണ്ടെത്താൻ കർഷകർ പരാജയപ്പെട്ടു, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അടുത്ത പിക്ക് ഔട്ട് എ സിമിലി ആൻഡ് എ മെറ്റഫർ ഫ്രം ദ അബോവ് ലൈൻസ്. അപ്പൊ ഇതിലത്തെ ഈ മോൾ പറഞ്ഞ വരികളിലത്തെ സിമിലി എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് പെസൻസ് ഗെയിം ലൈക്ക് സ്വാംസ് ഓഫ് ലൈസ്. ഉപമ അല്ലെങ്കിൽ താരതമ്യം ചെയ്തിട്ടുണ്ട്. കർഷകര് തേനീച്ചക്കൂട്ടത്തെ ആണ് കർഷകർ തേനീച്ചക്കൂട്ടം വരുന്ന പോലെ വന്നു. ഇനി അതിലുള്ള മെറ്റഫർ എന്താണ്? ജയന്റ് സ്കോർപിയോൺ ഷാഡോ, വലിയ സ്കോർപിയോന്റെ ഷാഡോ പോലെ എന്നാണ്. ജയന്റ് സ്കോർപിയോൺ എന്ന് പറഞ്ഞാൽ വലിയ, ജയന്റ് എന്ന് പറഞ്ഞാൽ നോർമൽ സൈസിനെക്കാട്ടിയും വലുപ്പമുള്ളതാണ് ജയന്റുകൾ. അപ്പൊ ജയന്റ് സ്കോർപിയോൺ ഷാഡോ എന്ന് പറഞ്ഞാൽ അതിന്റെ ഷാഡോ നേള്. ഹൗ മെനി ടൈംസ് ദേ സെഡ് ഹാവ് ബീൻ റിപ്പീറ്റഡ്. കവിതയില് ദേ സെഡ് എന്നുള്ള വാക്ക് എത്ര സ്ഥലങ്ങളിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു? 6 പ്രാവശ്യം, 6 സ്ഥലങ്ങളിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. ഇറ്റ് ഹാസ് ബീൻ റിപ്പീറ്റഡ് 6 times എന്നാണ് പറയുന്നത്. ഇറ്റ് ഹാസ് ബീൻ റിപ്പീറ്റഡ് 6 times. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ആർ ദേ ഇൻ ദ അബോവ് ലൈൻ. മേലുള്ള വരികളിൽ ദേ എന്നുള്ളത് ആരാണ് ഉദ്ദേശിച്ചത്? പെസൻസിനെയും കർഷകരെയും. ദേ ആർ പെസൻസ്. ദേ ആർ ആരാണ്? പെസൻസ്, കർഷകർ. വൈ ഡിഡ് ദേ വാണ്ട് ദ സ്കോർപിയോൺ ടു സിറ്റ് സ്റ്റിൽ. എന്തുകൊണ്ടാണ് അവര് ഈ സ്കോർപിയോൺ, ഈ തേൾ ഇളകാതെ ഇരിക്കണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആഗ്രഹിച്ചു? എന്തുകൊണ്ടാണ്? Because they believed that with the movement of scorpion, the poison moved in the mother's body. അപ്പോൾ സ്കോർപിയോൺ മൂവ് ചെയ്യുക അല്ലെങ്കിൽ ആ സ്കോർപിയോൺ ഇളകുന്നതിനനുസരിച്ചിട്ട് അതിന്റെ വിഷം അമ്മയുടെ ശരീരത്തിലും മൂവ് ചെയ്തുകൊണ്ടിരിക്കും, പരന്നുകൊണ്ടിരിക്കുമെന്ന് അവർ വിശ്വസിച്ചു പറഞ്ഞത്. അടുത്ത വരികളിൽ നിന്നുള്ള ആദ്യത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ 2 lines ഓഫ് ദ സ്റ്റാൻസ. ഈ മുകളിൽ പറഞ്ഞ വരികളുടെ 2 വരികൾ വിശദീകരിക്കുക. The last 2 lines of the stanza mean that it rained heavily and more insects come out. ധാരാളം മഴ പെയ്ത് കുറെ അധികം പ്രാണികളും അതുപോലെ. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് 2 വരികളിൽ പറയുന്നത് എന്താണ്? ധാരാളം മഴ പെയ്ത സമയത്ത് ഇൻസെക്റ്റുകളൊക്കെ, പ്രാണികളൊക്കെ പുറത്തേക്ക് വന്നു. Also more and more peasants came to the poet's house with candles and lanterns. അപ്പൊ ധാരാളം ഈ കവിയുടെ വീട്ടിലേക്ക് വന്നു. എന്തുകൊണ്ടാണ് വന്നത്? മെഴുകുതിരിയും അതുപോലെ റാന്തൽ വിളക്കൊക്കെ കത്തിച്ച് അവര് മഴ പെയ്തതിനെ തുടർന്ന് ഈ കവിയുടെ വീട്ടിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതില് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ പ്രേയേഴ്സ് ദാറ്റ് പെസൻസ് മേക്ക് ഫോർ ദ മദർ. അപ്പൊ കർഷകർ അവരുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അത് ലിസ്റ്റ് ചെയ്യാനാണ്, അത് പോയിന്റ് ആക്കി എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, മേ ദ സ്കോർപിയോൺ സിറ്റ് സ്റ്റിൽ. സ്കോർപിയോൺ എന്താണ്? ആ ഇളകാതെ ഇരിക്കാന്. സിറ്റ് സ്റ്റിൽ എന്ന് പറഞ്ഞാൽ അത് ഇളകുമ്പോഴാണ് പോയിസൺ സ്പ്രെഡ് ആവുക എന്നാണ് അവരുടെ വിശ്വാസം. അപ്പൊ അത് ഇളകാതെ ഇരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. രണ്ടാമത്തെ, മേ ദ സീൻസ് ഓഫ് ദ പ്രീവിയസ് ബർത്ത് ബി ബേൺഡ് അവേ. മുൻകാലത്ത് ചെയ്ത അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ജന്മത്തിൽ ചെയ്ത, അങ്ങനെ മുൻകാല ജന്മം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർ. അപ്പൊ ആ മുൻകാലത്ത് ചെയ്തു പോയ എല്ലാ പ്രീവിയസ് ബർത്ത്, മുന്നേ ജനിച്ചപ്പോൾ ചെയ്ത തെറ്റുകളൊക്കെ എന്ത് വേണം? ബി ബേൺഡ് അവേ, അതൊക്കെ നശിച്ചു പോകണം. ആ തെറ്റുകളൊക്കെ പുറത്തു തരണം. അതാണ് ദൈവത്തോട് പറയുന്നത്. ഷുഡ് ബി ബേൺഡ് അവേ എന്ന് പറഞ്ഞാല് അതൊക്കെ നശിപ്പിക്കുക. അന്ന് ചെയ്തു പോയ തെറ്റുകളൊക്കെ നശിച്ചു പോട്ടെ, അല്ലെങ്കിൽ തെറ്റുകളൊക്കെ ദൈവം പുറത്തു തരട്ടെ എന്നാണ് ഇവർ പറയുന്നത്. മേ ദ സഫറിംഗ് ഡിക്രീസ് ദ മിസ്ഫോർച്യൂൺ ഓഫ് നെക്സ്റ്റ് ബർത്ത്. അതുപോലെ ഇപ്പൊ അനുഭവിക്കുന്ന ഈ യാതനകൾ അടുത്ത ജന്മത്തിലെ കഷ്ടപ്പാടൊക്കെ കുറച്ചു തരാൻ സഹായകമാകട്ടെ. മേ ദ സം ഓഫ് ഈവിൾസ് ബിക്കം ഡിമിനിഷ്ഡ്. അതേപോലെ ഈവിളുകൾ, തെറ്റുകൾ, ചീത്ത കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരട്ടെ. മേ ദ പോയ്സൺ പ്യൂരിഫൈ ദ ഫ്ലഷ്.
അതുപോലെ ഈ പോയ്സൺ, ഈ വിഷം ഉള്ളിൽ ചെന്നിട്ട്, സാധാരണ വിഷം ഉള്ളിൽ ചെന്നാൽ എന്ത് സംഭവിക്കുക, അത് കേടുവരും, അല്ലെങ്കിൽ അതിന് ആ ബോഡീനെ എഫക്ട് ചെയ്യും. ഇവര് പ്രാർത്ഥിക്കുന്നത് എന്താ, ഈ വിഷം ഉള്ളിൽ ചെന്നിട്ട് പ്യൂരിഫൈ ദ ഫ്ലഷ്, നമ്മുടെ മാംസത്തെ അത് പ്യൂരിഫൈ ചെയ്യട്ടെ, കേടുപാടൊന്നും ഇല്ലാത്ത പോലെ ആക്കട്ടെ എന്നാണ് പറയുന്നത്. The poet says that this father nationalist tried everything. Do so. Pick out the correct answer from the option given below. അപ്പോൾ ഓപ്ഷൻ തന്നിട്ട് അതിലെ ആൻസർ കറക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. അത് വൺ വേർഡ് ആയിട്ടൊക്കെ 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ ആൻസർ മാത്രമേ ഞാനിവിടെ പറയാം. ബിക്കോസ് ദ ഫാദർ വാസ് ഡീപ്ലി കൺസേൺ എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത വരികളിൽ അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. വൈ ഡിഡ് ദ മദർ ഫീൽ റിലീവ്ഡ്? അപ്പൊ അമ്മക്ക് ഒരു ആശ്വാസം തോന്നി. എങ്ങനെയാണ്? ബിക്കോസ് ദ സ്കോർപ്പിയൻ സ്പെയർഡ് ഹെർ ചിൽഡ്രൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡിഡ് മദർ ഫീൽ റിലീവ്ഡ്? അമ്മക്ക് എന്താണ് സമാധാനമായത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ സ്കോർപ്പിയോൺ ബിറ്റ് ഹെർ ആൻഡ് സ്പെയർഡ് ഹെർ ചിൽഡ്രൻ. ഇപ്പോൾ ഈ സ്കോർപ്പിയോൺ, ഈ തേള് അമ്മയെ കടിച്ചു, കുട്ടികൾക്കൊന്നും സംഭവിച്ചില്ല, അപ്പോൾ കുട്ടികളൊക്കെ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് നമുക്ക് സമാധാനമായത്. വാട്ട് ഡസ് ദ പോയറ്റ് സേ അബൌട്ട് എ മദർ? മദറിനെ കുറിച്ചിട്ട് എന്താണ് കവി പറയുന്നത്? അമ്മയെ കുറിച്ചിട്ട്. മദർ ലവ്സ് ഹെർ ചിൽഡ്രൻ മോർ ദാൻ ഹെർസെൽഫ്. ഷീ വാണ്ട് ടു സേവ് ഹെർ ചിൽഡ്രൻ ഫ്രം ഓൾ കൈൻഡ്സ് ഓഫ് പെയിൻ. അമ്മ സ്വന്തം കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കും. അത് തനിക്കെന്ത് പറ്റിയാലും മക്കൾക്കൊന്നും പറ്റരുത് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്, എന്നായിരിക്കും എല്ലാ അമ്മമാരുടെയും ആഗ്രഹം. അതുകൊണ്ടാണ് അമ്മന്റെ കാലിൽ സ്കോർപ്പിയോൺ കടിച്ചപ്പോൾ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, മക്കളൊക്കെ രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച്. ഫൈൻഡ് വേർഡ്സ് ഫ്രം ദ സ്റ്റാൻസ ഹാവിംഗ് ദ ഫോളോയിങ് മീനിങ്. സെലക്റ്റഡ് എന്നുള്ളതിന് അതേ അർത്ഥത്തിൽ ഈ കവിതയിൽ ഉപയോഗിച്ച മറ്റൊരു പദം. അതിൻ്റെ ഉത്തരം പിക്ഡ്. സെലക്റ്റഡ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുക, പിക്ഡ് എന്ന് പറഞ്ഞാൽ കുറെ കൂട്ടത്തിൽ ഒന്നും കണ്ടെടുക്കുക. രണ്ടാമത്തെ ഡിഡ് നോട്ട് ഹാം. അതിന് അർത്ഥം സ്പെയർഡ്, രക്ഷിക്കുക എന്നുള്ള അർത്ഥം. ഒരു കേടുപാടൊന്നും സംഭവിക്കാതിരിക്കുക, ഹാം ചെയ്യാതിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് വലിയതാണ്, 30 to 40 വേർഡ്സിൽ എഴുതണം. വാട്ട് മേക്സ് ദ പോയറ്റ് റിമെമ്പർ ദാറ്റ് പെർട്ടിക്കുലർ നൈറ്റ്? 30 to 40 വേർഡ്സിൽ എഴുതണം. വാട്ട് മേക്സ് ദ പോയറ്റ് റിമെമ്പർ ദാറ്റ് പെർട്ടിക്കുലർ നൈറ്റ്? ആ ഒറ്റപ്പെട്ട രാത്രി, ആ ഒരു രാത്രി കവി ഓർത്തിരിക്കാൻ എന്താ കാരണം? ദ പോയറ്റ് കനോട്ട് ഫോർഗെറ്റ് ദാറ്റ് നൈറ്റ് ക്ലിയർലി ബിക്കോസ് ഓൺ ദാറ്റ് നൈറ്റ് ഹിസ് മദർ വാസ് stung by a scorpion. She suffered terribly for 20 hours and he watched it helplessly. അന്ന് രാത്രി കവിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ അമ്മയെ ഒരു സ്കോർപ്പിയോൺ കടിക്കുകയും ഏകദേശം 20 മണിക്കൂറോളം അതിൻ്റെ വേദന സഹിക്കേണ്ടി വന്നു. കവിയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഹെൽപ്ലെസ് ആയിട്ട് അവിടെ നിൽക്കേണ്ടി വന്നു. വേദന സഹിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു. അതിന് ഒന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കാതെ വന്നു. അതുകൊണ്ടാണ് കവി ആ രാത്രി ഓർത്തിരിക്കുന്നത്. വൈ ഡസ് ദ പോയറ്റ് നിസിം എസ്കിയൽ ഡിസ്ക്രൈബ് ദ സ്കോർപ്പിയോൺ ഇൻ ഹിസ് പോയം? എന്തുകൊണ്ടാണ് എങ്ങനെയാണ് കവി സ്കോർപ്പിയോനെ കവിതയിൽ അവതരിപ്പിച്ചത്? സ്റ്റഡി റെയിൻ had driven the scorpion into the dark room and crawled beneath the sack of the rice. തുടരെയുള്ള മഴ കാരണം ഈ സ്കോർപ്പിയോൺ പുറത്തുനിന്ന് വീടിൻ്റെ അകത്തേക്ക് വന്ന് അരിൻ്റെ ചാക്കിൻ്റെ അടിയിൽ ചുരുണ്ട് കിടക്കേണ്ടി വന്നു. ഇറ്റ് ഹാഡ് എ ഡയബോളിക് ടെയിൽ ക്യാരിങ് പോയ്സൺ. അപ്പോൾ ഒരു പോയ്സണസ് ക്യാരിങ് പോയ്സൺ, അപ്പോൾ ഒരു പോയ്സണസ് വിഷം ഉള്ള ഒരു വാലുണ്ടായിരുന്നു സ്കോർപ്പിയോൺ. ദ പെസൻസ് prayed to God to stop the movement of the evil one. കർഷകർ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദുഷ്ശക്തികളുടെ പ്രയാണം ഒക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയം സേ അബൌട്ട് പോയറ്റ്സ് നെയിം മദർ? ഈ കവിതയിൽ കവിയുടെ അമ്മയെ കുറിച്ച് എന്താണ് പറയുന്നത്? മദർ
loves her children more than herself. സ്വയം അമ്മ എല്ലാ അമ്മമാരും മക്കളെ നന്നായി സ്നേഹിക്കുന്നു. She wanted to save her children from every kind of pain. അമ്മക്ക് മക്കളെ യാതൊരുവിധ വേദനയും മക്കൾ അനുഭവിക്കാതെ ഇരിക്കാനാണ് എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത്. കുട്ടികൾക്ക് യാതൊരുവിധ പെയിനോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ലാതിരിക്കാനാണ് എല്ലാ അമ്മമാരും പ്രാർത്ഥിക്കുന്നതും ശ്രമിക്കുന്നതും വിചാരിക്കുന്നതും ഒക്കെ. Mother thanks God for sparing her children from the stick of scorpion. The mother was typically Indian woman. അമ്മ ദൈവത്തോട് നന്ദി പറയുന്നു, ഈ സ്കോർപ്പിയോൺ മക്കളെ ഒന്നും കടിക്കാതെ തന്നെ കടിച്ചല്ലോ, മക്കളൊക്കെ രക്ഷപ്പെട്ടല്ലോ. ഒറ്റ കാരണത്താൽ അമ്മ ദൈവത്തോട് നന്ദി പറയുന്നു. She was much concerned about the safety of her children. It shows her selfless love for the children. അപ്പോൾ മക്കൾക്ക് യാതൊന്നും ലവ് ഫോർ ദ ചിൽഡ്രൻ. അപ്പോൾ മക്കൾക്ക് യാതൊന്നും പറ്റാത്തത് കൊണ്ട് തന്നെ അമ്മ വളരെ സന്തോഷവതിയായി. ഇതാണ് കവിതയിൽ അമ്മയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്. ഇത്രയാണ് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് KED ഓൺലൈൻ ക്ലാസ്സസ്. താങ്ക് യു. ഈ പാഠഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 9746006166 എന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.